നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതും ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തതുമെല്ലാം വാർത്തയായത്. പിന്നാലെ ഈ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചത്. നിരവധി പേരാണ് ഇതിൽ പ്രതികരണവുമായും രംഗത്തെത്തിയിരുന്നത്. ഹണി റോസിനെതിരെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ബോഡി ഷെയ്മിങ്ങും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഹണി റോസ്. ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെ ഹണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് ബോബി ജയിൽ മോചിതനായത്. വിവാദങ്ങൾക്കിടെ ഹണി റോസ് പാലക്കാട് ഒരു ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. നിരവധി ആളുകളാണ് പതിവ് പോലെ താരത്തെ കാണാൻ തടിച്ചുകൂടിയത്. തന്നെ കാണാൻ പുരുഷന്മാരാണ് കൂടുതൽ എത്തുന്നത് എന്നുള്ള വാദം ശരിയല്ലെന്ന് ഹണി പറയുന്നു. സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകളും വരെ തന്നെ കാണാൻ എത്തുന്നുണ്ടെന്ന് FTQ വിത്ത് രേഖ മേനോൻ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഹണി വ്യക്തമാക്കുന്നു. ബോബി ചെമ്മണ്ണൂർ വിവാദത്തിനിടെ ഹണിക്ക് നേരെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഉയർത്തിയ വിമർശനം മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം നിരവധി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നുണ്ടെന്നും അതിലൊന്നും ഹണിക്ക് പ്രശ്നമില്ലെന്നായിരുന്നു. മോൺസ്റ്റർ കൂടാതെ ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈന, ബിഗ് ബ്രദർ അടക്കമുള്ള സിനിമകളിലും ഹണി മോഹൻലാലിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവം എന്താണെന്ന ചോദ്യത്തിന് ഹണി റോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോഴുള്ള ടെൻഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതെപ്പോഴും അങ്ങനെയാണ്. എല്ലാ ടെൻഷനും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കൂടെയുള്ള അഭിനേതാക്കളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ട് അഭിനയിക്കാനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഇത്രയും വലിയൊരു ലെജൻഡ് ആണല്ലോ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ തെറ്റിച്ചാൽ അദ്ദേഹം വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ തലയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ടെൻഷൻ വരുന്നത്. 2-3 സിനിമകളിൽ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ കോമ്പിനേഷൻ സീനുകൾ കിട്ടിയിട്ടുള്ളത് മോൺസ്റ്ററിലാണ്. 3-4 പേജുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ പോലും അദ്ദേഹം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി റെഡിയാകും. അദ്ദേഹത്തിനാണ് കൂടുതൽ ഡയലോഗുകൾ ഉണ്ടാവുക. നമുക്ക് മൂളലൊക്കെ മാത്രമായിരിക്കും. ടേക്ക് പോകാൻ അദ്ദേഹം റെഡി ആയിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ ഈ മൂളുന്നത് തെറ്റിക്കുമോ എന്നുള്ളതായിരിക്കും. പക്ഷെ അതൊരു മാജിക്കൽ അനുഭവം തന്നെയാണ് ഇത്രയും വലിയൊരു നടനൊപ്പം വർക്ക് ചെയ്യുക എന്നത്. എന്തൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കാം എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റേത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാം എന്നല്ലാതെ അതിൽ നിന്ന് പഠിച്ചെടുക്കുക എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും ഹണി റോസ് പറഞ്ഞു. അതേസമയം ഹണി റോസിനെതിരെ ഇപ്പോഴും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. താരം പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടികൾ ആരും പങ്കെടുക്കരുതെന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം തകിടം മറിക്കുന്ന വീഡിയോയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത്. ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി പാലക്കാടായിരുന്നു ഹണി റോസ് എത്തിയത്. നടിയെ കാണാനായി വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഹണി റോസിനെ കാണാൻ ആരും എത്തിയില്ലെന്ന തരത്തിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ താരത്തെ എതിർക്കുന്നവർ അഴിച്ചുവിടുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഹണിയെ കാണാനായി സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനക്കൂട്ടമാണ് ഷോറൂമിന് മുന്നിൽ തടിച്ചുകൂടിയത്. ആരാധകരുടെ ഈ പിന്തുണ തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു ആൾക്കൂട്ടം കണ്ടുള്ള ഹണി റോസിന്റെ പ്രതികരണം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് അവിടെ തനിക്ക് ലഭിച്ചതെന്നാണ് ഹണി റോസ് പാലക്കാട്ടെ ഉദ്ഘാടനത്തെക്കുറിച്ച് മനോരമ ന്യൂസിനോട് വ്യക്തമാക്കിയത്.